ഹായ്, എല്ലാവർക്കും മീനുട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്ന് അറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? എന്റെ അനിയന്റെ ഭാര്യയുമായി എല്ലാം നടത്തി അവളുടെ ദാഹവും കൊതിയും ഞാൻ മാറ്റിക്കൊടുത്തു. എന്റെ അനിയന്റെ അടുത്തുനിന്നും കിട്ടാത്ത പലതും അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. 18 വയസ്സുള്ള അവളുടെ കൊതി ബാത്റൂമിൽ വെച്ച് മാറ്റിക്കൊടുത്ത ദിവസമായിരുന്നു അന്ന് രാത്രി. ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം. എന്റെ വിവാഹം കഴിയുന്നതിനു മുന്നേ തന്നെ എന്റെ അനിയൻ വിവാഹം കഴിച്ചു. അത് എനിക്ക് ഓർക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു. ആർക്കും തന്നെ എന്നെ ഇഷ്ടമായില്ല. പിന്നീട് ഞാൻ കല്യാണം കുറച്ചു കഴിഞ്ഞു മതി എന്ന് വെച്ചു. അങ്ങനെ എന്റെ 21 വയസ്സുള്ള അനിയൻ 18 വയസ്സ് കഴിഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്റെ വിവാഹം നടക്കാത്തതിന് ഒരു പ്രധാന കാരണം എന്റെ വയനോട്ടം തന്നെയാണ്. എനിക്ക് ഏതു പെണ്ണിനെ കണ്ടാലും എന്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നും. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെയും ഞാൻ വെറുതെ വിടാറില്ല. അതുമല്ല, രാത്രിയിൽ ബസ് സ്റ്റാൻഡിലൊക്കെ പൂ ചൂടി നിൽക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് ഞാൻ പോകാറുമുണ്ട്. എന്തായാലും വിവാഹം ആലോചിച്ചിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് അനിയൻ ഒരു പെണ്ണിനെ കറക്കെടുത്ത് കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു സുന്ദരിക്കുട്ടി എന്റെ വീട്ടിലേക്ക് വന്നു കയറി. സത്യം പറഞ്ഞാൽ അത് അനിയന്റെ പെണ്ണാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കണ്ണുകൾക്ക് അത് അനിയന്റെ പെണ്ണാണെന്നറിയില്ലായിരുന്നു. അവളുടെ ചെറിയ എന്തെങ്കിലും ഒരു സീന് കണ്ടാൽ ഞാൻ അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോകും. എന്താണെന്നറിയില്ല. അനിയൻ കല്യാണം കഴിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ പെണ്ണിന് എന്നോടൊരു ബോധ്യമൊക്കെ തോന്നിത്തുടങ്ങി. എന്റെ പഞ്ചാര വർത്തമാനത്തിൽ അവൾ വീണു എന്ന് എനിക്ക് ഉറപ്പായി. അനിയൻ കെട്ടിക്കൊണ്ടുവന്നതാണെങ്കിലും അവൾ എപ്പോഴും എന്നോടായിരുന്നു കൂടുതൽ അടുപ്പം. സംസാരത്തിൽ മാത്രമല്ല, പല രീതിയിലും അവൾക്ക് എന്നോട് അടുപ്പം തോന്നിത്തുടങ്ങി. ഒരിക്കൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പറമ്പിന്റെ സൈഡിൽ വീണു. അങ്ങനെ എന്റെ കൈയും കാലുമൊക്കെ കുറച്ചു മുറിഞ്ഞ് വീട്ടിൽ തന്നെ ഇരിപ്പായി. ആ സമയം എന്നെ നോക്കിയത് മൊത്തം അവളായിരുന്നു, എന്റെ അനിയന്റെ ഭാര്യ. എന്റെ പേര് ശ്യാം. എന്റെ വീട്ടിൽ അമ്മയും അച്ഛനും അനിയനും ഞാനും അനിയന്റെ ഭാര്യയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ പേര് ആര്യ എന്നാണ്. എന്റെ അമ്മയും അച്ഛനും പണിക്ക് പോകുന്ന ആളാണ്. ഞാനും അനിയനും പണിക്ക് പോകും. ഞാൻ വീണിരുന്നപ്പോൾ എന്റെ അമ്മയ്ക്ക് പണി കളഞ്ഞിട്ട് എന്നെ നോക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ നോക്കിയത് അനിയന്റെ ഭാര്യയായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടത്തിൽ വീണ് ആകപ്പാടെ കൈയും കാലുമൊക്കെ മുറിഞ്ഞ് നടക്കാൻ പറ്റാത്ത രീതിയിൽ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ 2 ആഴ്ചത്തേക്ക് കൈയും കാലുമൊക്കെ അനക്കാതെ കിടന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. 2 ആഴ്ച ഒരു പണിക്കും പോകാതെ എന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അമ്മയാകെ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് അനിയന്റെ ഭാര്യ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ, അപ്പോൾ പിന്നെ അത് അവൾ ചെയ്തോളാമെന്ന് ഏറ്റത്. അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ ഗുളികയൊക്കെ കഴിച്ച് എങ്ങനെയോ തള്ളി നീക്കി. നേരം പുലർന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ വീട്ടിലെല്ലാവരും പണിക്ക് പോയിട്ടുണ്ട്. ആകെ ആ വീട്ടിലുള്ളത് എന്റെ അനിയന്റെ ഭാര്യ മാത്രമായിരുന്നു. ഞാൻ ഏകദേശം 11 മണിയൊക്കെ ആയപ്പോഴേക്കും കണ്ണുകൾ പതിയെ തുറന്നു നോക്കുമ്പോൾ എന്റെ അടുത്ത് അനിയന്റെ ഭാര്യ വന്ന് നിൽക്കുകയാണ്. എനിക്ക് കഴിക്കാനുള്ള ഉപ്പുമാവും പഴവുമാണ് കയ്യിലിരിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. പക്ഷെ എനിക്ക് ശരീരം ആകപ്പാടെ കഴിയുന്നില്ലായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ വേണ്ടി തുടങ്ങുന്നതും പെട്ടെന്ന് വീഴാൻ പോയി. ഞാൻ പെട്ടെന്ന് പുറകിലിരിക്കുന്ന കൈകൾ കുത്താൻ പോയതും അനിയന്റെ ഭാര്യ എന്റെ കയ്യിൽ കയറി പിടിച്ചു. ആ സമയം ഞാൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ മുഴുത്ത മാറുകളും ചന്തികളുമൊക്കെയുള്ള ഒരു നാടൻ സുന്ദരിയായിരുന്നു. അനിയന്റെ ഭാര്യ എന്റെ പല ആഗ്രഹവും തീർക്കാൻ ഇവൾ മാത്രം മതി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. എന്നെ അവൾ കട്ടിലിൽ ചാരിയിരുത്തി. അവൾ എന്റെ ദേഹത്തൊക്കെ തൊട്ടപ്പോൾ എനിക്ക് മറ്റു പല രീതിയിലും അവളോട് ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങി. ഞാൻ അവളോട് ടോയ്ലറ്റിൽ പോകണമെന്ന് കാണിച്ചപ്പോൾ അവൾ എന്നെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറച്ചു ദിവസമാണെങ്കിലും എന്നോട് അവൾ നല്ല രീതിയിലായിരുന്നു പെരുമാറിയത്. അങ്ങനെ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചൊക്കെ മുറിവുകൾ കരിയാൻ തുടങ്ങി. നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് കഴിക്കാൻ ചോറൊക്കെ ആയിട്ട് അവൾ എന്റെ മുറിയിലേക്ക് വന്നു.
ആ സമയം ഞാൻ അവളോട് കുളിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും അവളെ എന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും അവളുടെ മാറിലും ചന്തിയിലുമൊക്കെ പിടിച്ച് അവളെ എന്റെ സ്വന്തമാക്കണമെന്ന ആഗ്രഹവും എന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ കുളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നന്നായി കുറവുണ്ട്. പക്ഷെ എനിക്ക് കുറഞ്ഞെന്ന് അവളോട് പറഞ്ഞാൽ അവൾ എന്നെ നോക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാലോ എന്ന ചിന്തയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവളോട് എനിക്ക് കാര്യമായിട്ട് കുറഞ്ഞുവെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പതിയെ പതിയെ ബാത്റൂമിലേക്ക് പോയി. തുടയിൽ ഒരു മുണ്ട് മാത്രമായിരുന്നു ഉടുത്തിരുന്നത്. മുണ്ടല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നെ അവള് മേടിച്ചുകൊണ്ടുവന്നൊരു സ്റ്റൂൾ എടുത്ത് ബാത്റൂമിലിട്ടിട്ട് അവിടെ ഇരുത്തി കുളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ അവളോട് നൈസായിട്ട് എന്റെ മുണ്ട് മാറ്റിയിട്ട് ഒരു തോർത്ത് ഉടുപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു. ആദ്യം അവൾക്ക് അതിൽ ഒരു മടുപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പതിയെ പുറത്തേക്ക് പോയിട്ട് ഒരു തോർത്ത് എടുത്തുകൊണ്ടുവന്നു. അങ്ങനെയെങ്കിലും അവളോടുള്ള എന്റെ ആഗ്രഹം അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു എന്റെ ഐഡിയ. അവൾ ഒരു വെളുത്ത തോർത്തെടുത്തുകൊണ്ടുവന്നു. ഞാൻ ഉടുത്തിരുന്ന മുണ്ട് മാറ്റി എന്നെ തോർത്തുടുപ്പിച്ചു. അവൾക്ക് എന്നോട് എന്തോ തോന്നിത്തുടങ്ങിയെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. എന്തായാലും എന്റെ അനിയൻ കൊടുക്കാത്തത് പലതും എനിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയായിരുന്നു അവൾ എന്നോടുള്ള പെരുമാറ്റം. പിന്നീട് ഏകദേശം ഒരാഴ്ച കൂടി അവൾ എന്നെ നന്നായി തന്നെ പരിചരിച്ചു. അതുകഴിഞ്ഞ് എനിക്കെല്ലാം തന്നെ നന്നായി കുറഞ്ഞു. ഇനിയും അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് നന്നായി കുറഞ്ഞു എന്ന് ഞാൻ അവളെ അറിയിച്ചു. അങ്ങനെ ഒരു ദിവസം അവൾ അടുക്കളയിൽ നിന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം ഞാൻ വീടിന്റെ ചുറ്റും നോക്കി. ആ പരിസരത്തൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അനിയനെ ആ വീട്ടിൽ കാണുന്നില്ല. അവൻ എങ്ങോട്ടേക്കോ പോയിട്ടുണ്ട്. എന്തായാലും അടുക്കളയിൽ അവൾ തനിച്ചാണ് നിൽക്കുന്നത്. ഞാൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെറിയ രീതിയിൽ മുട്ടിക്കൊണ്ട് അവിടെ നിന്നു. അടുക്കളയിൽ എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അവളുടെ ദേഹത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തട്ടലും മുട്ടലുമൊക്കെയായിരുന്നു. അതൊക്കെ അവൾ നന്നായി ആസ്വദിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. മാറിന്റെ സൈഡിൽ ഒരു പൊടി ഇരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ അവളുടെ മാറിൽ പിടിച്ച് 2 ഞെക്ക് കൊടുത്തപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത് പോലെയായിരുന്നു അവളുടെ മുഖത്തെ ഭാവം. എന്തായാലും ആ ഒരു നിൽപ്പ് കണ്ടാൽ അറിയാം, എന്റെ അനിയന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒന്നും തന്നെ അവന്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെക്കാൾ കൂടുതൽ ഇഷ്ടം കുളിപ്പിച്ചപ്പോൾ മുതൽ എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അവളോട് മാറിൽ കരടുണ്ടെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു ഞെക്കിയപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതൊക്കെ കണ്ടപ്പോൾ എന്തായാലും അവൾ എന്റെ അടുത്ത് വഴങ്ങുമെന്ന് എനിക്ക് ഉറപ്പായി. ഒരു ദിവസം രാത്രി ഏറെ വൈകിട്ട് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു കാണും. പുറത്തെ ബാത്റൂമിൽ കുളിക്കുന്നതിനു വേണ്ടി അനിയന്റെ ഭാര്യ അങ്ങോട്ടേക്ക് ഒരു തോർത്തും എടുത്തുകൊണ്ടു പോകുന്നത് ഞാൻ എന്റെ മുറിയിലിരുന്ന് കണ്ടു. ഞാൻ പതിയെ പുറത്തൊക്കെ പോയി നോക്കിയിട്ട് അവളുടെ പുറകിലും ചെന്നു നോക്കി. ഞാൻ നോക്കുമ്പോൾ അനിയൻ നല്ല ഉറക്കമായിരുന്നു. അവൻ ഉറങ്ങിയാൽ പിന്നെ പോത്തുകുത്തിയാൽ പോലും എഴുന്നേൽക്കാത്ത രീതിയിലുള്ള ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവൾ കുളിക്കുന്ന പുറത്തുള്ള ബാത്റൂമിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പതിയെ ബാത്റൂമിന്റെ വാതിലിൽ ചെറുതായി ഒന്ന് തട്ടി. അവൾ തുറന്നു നോക്കിയപ്പോൾ ഞാനായിരുന്നു. പെട്ടെന്ന് കരയും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾ ചിരിച്ചുകൊണ്ട് വാതിൽ കുറച്ചുകൂടി തുറന്നു. ആ സമയം ഞാൻ നോക്കുമ്പോൾ അവൾ ദേഹത്ത് സോപ്പൊക്കെ തേച്ച് കുളിക്കുകയായിരുന്നു. പതിയെ ഞാൻ അതിനകത്തേക്ക് കയറിയിട്ട് വാതിലടച്ചു. ആ ബാത്റൂമിന്റെ ഉള്ളിൽ ഞാനും അവളും മാത്രം. ഞാൻ അകത്ത് കയറിയതിൽ അവൾക്കൊരു തരത്തിലുള്ള എതിർപ്പുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നടത്താൻ അവൾക്ക് സമ്മതമായിരുന്നു എന്നെനിക്ക് തോന്നി. എന്തായാലും എനിക്ക് അവളോടുള്ള ആഗ്രഹം പോലെ തന്നെ അവൾക്ക് എന്നോട് പല ആഗ്രഹവും ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.